വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ബികോം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് ബിസിനസ് മാനേജ്മെൻറ്റ്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടങ്ങിയിട്ടുള്ളതാണ്. അതായത് യൂണിവേഴ്സിറ്റി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ മൊത്തം എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇതിൻ്റെ ലക്ഷ്യം. അതായത് 2 മാർക്സ് മാത്രമാണ് ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നമ്മൾ 2 മാർക്സും അതേപോലെ 4 മാർക്സും ദെൻ എസ് ഒക്കെ ആകുമ്പോഴേക്കും കുറച്ച് വീഡിയോസ് ആയിട്ടല്ലേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ 2 മാർക്സിന് ഏതൊക്കെയാണെന്ന് ആ ഒരു കറക്റ്റ് ഫ്ലോ ഇങ്ങോട്ട് കിട്ടും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ 2 മാർക്സ് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇടാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഈ പറയുന്ന വീഡിയോസിലേക്ക് പോവാം. 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ 2 മാർക്സിന് ചോദിച്ചിരിക്കുന്ന ചോദ്യം നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ റിലേറ്റീവ് നോട്ട് അബ്സല്യൂട്ട്, ഡു യു എഗ്രി? മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സ് നോട്ട് അബ്സല്യൂട്ട് ആണ്, അത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഇഫ് യെസ് അതിന് റീസൺ, ഇഫ് നോട്ട് ആണെങ്കിലും അതിനുള്ള റീസൺ എഴുതിയിരിക്കുക. ദെൻ രണ്ടാമത്തത്, സ്റ്റേറ്റ് ദ വ്യൂസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂൾ. അതായത് നമുക്കറിയാലോ ഫസ്റ്റ് തന്നെ ഉണ്ടല്ലേ ഓരോ മാനേജ്മെൻറ്റിൻ്റെ വ്യൂസിൽ ഓരോ സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ്, തോട്ട് ഓഫ് സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ്, അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. സ്റ്റേറ്റ് ദ വ്യൂസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂൾ ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്? യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണെന്ന് അത് നമ്മുടെ പ്രിൻസിപ്പിൾസിലത്തെ ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ 2 മാർക്സിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, യൂണിറ്റി ഓഫ് കമാൻഡ്. ദെൻ ഡിഫൈൻ MBO, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. MBO എന്ന് പറയുന്നത് എസ്സേ ടൈപ്പായിട്ട് അടക്കം ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഇമ്പോർട്ടൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ 2 മാർക്സിന് ചോദിക്കുമ്പോൾ എന്താണ് ഡിഫൈൻ MBO എന്നത് ജസ്റ്റ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് മാത്രം ഒരു ഫോം എന്താ പറയുക ഫുൾ ഫോം മാത്രം എഴുതിയിട്ട് കാര്യമില്ല, അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതാൻ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അത് എഴുതുക. ദെൻ പറയുന്നു വാട്ട് യു മീൻ ബൈ ടാക്റ്റിക്കൽ പ്ലാൻസ്? എന്താണ് ടാക്റ്റിക്കൽ പ്ലാൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഡസ് ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻസ് റെഫേഴ്സ് ടു? എന്താണ് ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻസ് റെഫേഴ്സ് ടു എന്ന് പറയുന്നത്? ദെൻ ഡിഫറൻഷ്യേറ്റ് സെൻട്രലൈസേഷൻസ് ഫ്രം ഡീസെൻട്രലൈസേഷൻസ്. അതായത് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിൽ ആ ഡിഫറൻസ് എഴുതി വെച്ചാൽ മതി. ദെൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ടെക്നിക്സ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ഡിറക്ഷൻസ്? ഡിറക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്സ്, നമ്മൾ ഏതൊക്കെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ ഡിഫറൻഷ്യേറ്റ് തിയറി എക്സ് ഫ്രം തിയറി വൈ. അതായത് തിയറി എക്സും തിയറി വൈയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന്, അത് എന്തൊക്കെയാണെന്ന് എഴുതി വെച്ചാൽ മതി. തിയറിയും എക്സും വൈയും എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ മതി. ദെൻ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. തിയറി എക്സ് ഫ്രം തിയറി വൈ, രണ്ടും തിയറി എക്സ് എന്താണെന്നും തിയറി വൈ എന്താണെന്നും ചോദിച്ചിട്ട് അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ ലേസസ് ഫെയർസ് ഓർ ഫ്രീ റെയിൻ ലീഡർഷിപ്പ്? ഫ്രീ റെയിൻ ലീഡർഷിപ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അത് നന്നായിട്ട് നോക്കുക. ദെൻ സ്റ്റേറ്റ് ദ റോൾ ഓഫ് ഫീഡ്ബാക്ക് ഇൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ഫീഡ്ബാക്ക്, അതിൻ്റെ റോൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതണം. ദെൻ സ്റ്റേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. അതായത് മാനേജ്മെൻറ്റ് ഓഡിറ്റ് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. ഇതിൽ എങ്ങനെ ചോദിക്കുന്നത്? സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചോദിച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് മീറ്റ എത്തിക്സ് കൺസേൺഡ് വിത്ത്? മീറ്റ എത്തിക്സ് നമ്മൾ എത്തിക്സിൻ്റെ മോഡ്യൂളിലുണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ഇതിലിപ്പോൾ റെയറായിട്ട് 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചു, എങ്കിലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ എങ്ങനെ പോയാലും ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്ക് എസ്സേയും കൂടി അതിൽ നിന്ന് ചോദിക്കുവാണെങ്കിൽ ഷുവറായിട്ടും ഒരു 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആ പറയുന്ന എത്തിക്സ് ചാപ്റ്ററിൽ നിന്ന് വരാറുള്ളതാണ് കേട്ടോ. അപ്പോൾ മീറ്റ എത്തിക്സ് എന്താണെന്ന് നോക്കുക. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ നീഡ് ഓഫ് എത്തിക്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സസ്. കണ്ടോ, അപ്പോൾ എത്തിക്സിൽ നിന്ന് ആ ഒരു ക്വസ്റ്റ്യൻ വന്നില്ലേ? അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യുക, എന്ത് എത്തിക്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ആവശ്യകത എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ വാട്ട് യു മീൻ ബൈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്? TQM അല്ലേ, അത് എന്താണെന്ന് അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അത് എസ്സേ ടൈപ്പായിട്ടും ചോദിച്ചിട്ടുണ്ട്, 5 മാർക്സും ചോദിച്ചിട്ടുണ്ട്, അതേപോലെ 2 മാർക്സ് ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. TQM എന്താണ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്താണെന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. ഇതാണ് 2019 2 മാർക്സും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതിൽ 15 എണ്ണമാണ് എഴുതേണ്ടത്. ഓക്കെ, 15 എണ്ണം പറഞ്ഞാൽ ഓൾറെഡി 15 എണ്ണം തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലെന്താ കമ്പൽസറി ആയിട്ട് 15 എണ്ണം എഴുതേണ്ടി വരും. പക്ഷേ ശരിക്കും 2 മാർക്കാകുമ്പോൾ 30 മാർക്കിലേക്ക് കിട്ടേണ്ടേ. പക്ഷേ ഇവിടെ സീലിംഗ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എത്രയേറെ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ? 25 മാർക്സേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ 25 മാർക്സ് നിങ്ങൾ ഫുള്ളായിട്ട് നേടണം. അതുകൊണ്ടാണ് ഈ പറയുന്ന 2 മാർക്സിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇറക്കാനേ മെയിൻ റീസൺ അതാ. അപ്പോൾ 2 മാർക്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ തന്നെ 2 മാർക്സ് എവിടെയും മിസ്സാവാതെ നല്ല രീതിയിൽ എഴുതുക. ഓക്കെ.
2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്സിന് വാട്ട് ഈസ് MBM, എന്താണ് MBM എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് മോഷൻ സ്റ്റഡി, എന്താണ് മോഷൻ സ്റ്റഡി ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് സ്കെയിലാർ ചെയിൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊട്ട് മുമ്പുള്ള 2019 നമ്മൾ യൂണിറ്റ് ഓഫ് കമാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ ആ പറഞ്ഞ പ്രിൻസിപ്പിൾസിൽ ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടെണ്ണോ ചോദിക്കാറുണ്ട് 2 മാർക്സിന്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അത് വൃത്തിയായിട്ട് പഠിക്കണം ഓരോന്ന്. അത് ജസ്റ്റ് ഹെഡിങ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ എക്സ്പ്ലനേഷൻ 2 മാർക്സിന് എങ്ങനെ എഴുതണം എന്നുള്ള രീതിയിൽ പഠിച്ചു വയ്ക്കുക. ദെൻ വാട്ട് ഈസ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻസ്, എന്താണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ റൈറ്റ് എനി 2 ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ, ലീഡറിൻ്റെ ക്വാളിറ്റീസ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2 ക്വാളിറ്റീസ് ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റീസ് മാത്രം 2 എഴുതൽ, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലനേഷനും കൂടി ചെയ്ത് വെക്കണേ. ഇന്ന ക്വാളിറ്റീസ് അല്ലെങ്കിൽ നല്ലതാണ് എന്നുള്ള രീതിയിൽ എഴുതിയില്ലേ, ക്വാളിറ്റീസ് ആ ഒരു രീതിയിൽ എഴുതുക. അതല്ലെങ്കിൽ ഒരു ക്വാളിറ്റീസ് ഒരു 4 എണ്ണമെങ്കിലും എഴുതി വെക്കുക. ഓക്കെ. ദെൻ വാട്ട് ഈസ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻസ്, എന്താണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്സ് പഠിക്കുമ്പോഴും പഠിച്ചിരിക്കണം, എന്നാലും ഇത് ഹൊറിസോണ്ടൽ നമുക്ക് എന്താ പറയുക ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പോർഷനും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദെൻ ഡിഫൈൻ ബിസിനസ് എത്തിക്സ്, നമ്മൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞ തന്നെ 2019 തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ പറഞ്ഞിരുന്നു എത്തിക്സിൻ്റെ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എന്ന് കണ്ടോ. ചോദിച്ചിരിക്കുന്നത് ബിസിനസ് എത്തിക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് കെയ്സൺ, നമുക്കതിൻ്റെ അറിയാം, ജാപ്പനീസ് വേർഡിൽ നിന്ന് വന്നാണെന്നുണ്ട് മോഡ്യൂളിൽ ഉണ്ടായിരുന്നില്ല, ലാസ്റ്റ് മോഡ്യൂൾ സെക്ഷൻസിൽ ഉള്ളതാണ്. അപ്പോൾ അതും നന്നായിട്ട് പഠിക്കുക. ദെൻ വാട്ട് ഈസ് ക്വാളിറ്റി സർക്കിൾ, എന്താണ് ക്വാളിറ്റി സർക്കിൾ എന്നും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആ ക്വാളിറ്റി സർക്കിൾ തൊട്ട് മുമ്പ് 2019 എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നേ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്വാളിറ്റി സർക്കിളാണ് ചോദിച്ചിരിക്കുന്നത് 2018. ഓക്കെ, അപ്പോൾ ഇതാണ് 2018 ക്വസ്റ്റ്യൻ പേപ്പർ 2 മാർക്സിന്. അപ്പോൾ നമുക്കിനി എന്താ നെക്സ്റ്റ് വർഷത്തെ നോക്കാം. 2 മാർക്സിൻ്റെ ഫസ്റ്റ് വൺ, വാട്ട് യു മീൻ ബൈ ഫ്രീ ലൈൻ ലീഡർഷിപ്പ്, എന്താണ് ഫ്രീ ലൈൻ ലീഡർഷിപ്പ് എന്നത്. ദെൻ സ്പാൻ ഓഫ് കൺട്രോൾ, കണ്ടോ നമ്മൾ പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിരിക്കുന്ന 14 പോയിന്റിലത്തെ ഏതെങ്കിലുമൊക്കെ 1-2 2 മാർക്സിന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കി, 2018, 19 നമ്മൾ നോക്കിയപ്പോഴും ഇതിന് റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ചോദിച്ചിരിക്കുന്നത്. യൂണിറ്റ് ഓഫ് കമാൻഡ് ചോദിച്ചിട്ടുണ്ട്, സ്പാൻ ഓഫ് കൺട്രോൾ ചോദിച്ചു, പിന്നെ അതുപോലെ സ്കെയിലാർ ചെയിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ നീഡ് ഫോർ അഫിലിയേഷൻസ്, എന്താണ് നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്, വാട്ട് ഡു യു മീൻ ബൈ നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് തിയറി എക്സ് ഓഫ് മോട്ടിവേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു, തിയറി എക്സും തിയറി വൈയും ആയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാമെന്ന്, കണ്ടോ ചോദിച്ചിരിക്കുന്നുണ്ടോ തിയറി എക്സ് എന്താണെന്ന്, മോട്ടിവേഷനിലെ തിയറി എക്സ് എന്താ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഏതൊക്കെയാണ്, ഡെലിക്കേഷൻസ് ആൻഡ് ഡീസെൻട്രലൈസേഷൻ, അതായത് ഡെലിക്കേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് എഴുതുക. ഒന്നില്ലെങ്കിൽ കോളം വൈസ് ആയിട്ട് തരംതിരിച്ച് എഴുതുക, അതല്ലെങ്കിൽ കറക്റ്റായിട്ട് ഓരോ പോയിന്റ് എടുത്ത് 2ൻ്റെയും ഡിഫറൻസ് ഒരു പോയിന്റിൽ എഴുതുക, രണ്ടാമത്തെ പോയിന്റ് എഴുതുക, അതിലത്തെ ഡിഫറൻസ് അങ്ങനെ എഴുതുക. കോളം വൈസ് ആകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ദെൻ വാട്ട് ഡു യു മീൻ ബൈ ബിസിനസ് എത്തിക്സ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പറഞ്ഞിരുന്നു ആ മോഡ്യൂൾ 3rd മോഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് 15 മാർക്സിന് ചോദിക്കാറുണ്ട്, 15 മാർക്കിനും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്താണ് ബിസിനസ് എത്തിക്സ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബിസിനസ് എത്തിക്സ് ചോദിച്ചിരുന്നു, മീറ്റ എത്തിക്സ് ഒക്കെ ചോദിച്ചതാണ്. പിന്നെ അതേപോലെ എത്തിക്സിൻ്റെ ഹ്യൂമൻ റിസോഴ്സിൽ ഇമ്പോർട്ടൻസും ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീൻ ബൈ വാല്യൂസ്, അതേ മോഡ്യൂളിൽ തന്നെ വന്നിരിക്കുന്നത് വാല്യൂസ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 3rd മോഡ്യൂളുള്ളതാണ് അതൊക്കെ. ദെൻ ഡിഫൈൻ പെർഫോമൻസ് മാനേജ്മെൻറ്റ്, എന്താണ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുക. ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ കറക്റ്റായിട്ട് എഴുതുക. ദെൻ നെക്സ്റ്റ് വാട്ട് യു മീൻ ബൈ എത്തിക്സ് കമ്മിറ്റി ഇൻ ആൻ ഓർഗനൈസേഷൻസ്, അതായത് എത്തിക്സ് കമ്മിറ്റി ഇൻ ഓർഗനൈസേഷൻ പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്, അതൊക്കെ എത്തിക്സിൻ്റെ ചാപ്റ്ററിൽ വരുന്നതായിട്ടോ, അതൊക്കെ ഓർമ്മ വേണേ. ദെൻ വാട്ട് ഈസ് ഫോർമൽ ഓർഗനൈസേഷൻ, എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇവിടെ 2 മാർക്സിന് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആയോ? വേറെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ 2 മാർക്സ്, വാട്ട് ഈസ് ഡിനോണ്ടോളജിക്കൽ തിയറി ഓഫ് ബിസിനസ് എത്തിക്സ്. അപ്പോൾ ബിസിനസ് എത്തിക്സിൽ നിന്ന് ചോദ്യങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു 15 മാർക്കിന് മേലെ അല്ലെങ്കിൽ 15 മാർക്കിൻ്റെ ഉള്ളിൽ എന്തായാലും വരുന്നിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പോൾ തിയറീസ്, ബിസിനസ് എത്തിക്സിൻ്റെ തിയറീസ് ഏതൊക്കെയാണ്, ആ തിയറീസ് എല്ലാം ഒരു 2 മാർക്സിൻ്റെ ബേസിൽ അല്ലെങ്കിൽ 5 മാർക്സിൻ്റെ ബേസിൽ എഴുതുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ച് വയ്ക്കുക. കാരണം അപ്പോൾ അത് 2 മാർക്സ് ചോദിക്കുകയാണെങ്കിൽ അതൊന്ന് ഇത്തിരി കുറച്ചിട്ട് എഴുതിയാൽ പോരെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ വാട്ട് യു മീൻ ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്, ടോപ്പ് മാനേജ്മെൻറ്റ് എന്നാൽ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വാട്ട് ഈസ് സ്കെയിലാർ പ്രിൻസിപ്പിൾസ്, നമ്മൾ പറഞ്ഞതാണ് അതൊക്കെ. അപ്പോൾ സ്കെയിലാർ പ്രിൻസിപ്പിൾസ് എന്താണെന്ന്
എഴുതി വെക്കുക. അതേപോലെ തന്നെ മെട്രിക്സ് ഓർഗനൈസേഷൻ അപ്പോൾ അതൊക്കെ അന്ന് പഠിക്കണേ. ദെൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എത്തിക്സ് ആൻഡ് ബിസിനസ് എത്തിക്സ്. കണ്ടോ, എത്തിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ എത്തിക്സും ബിസിനസ് എത്തിക്സ് തമ്മിലുള്ള ഡിഫറൻസ് ആ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അത് പഠിക്കുക. ദെൻ ഹൂ ആർ ലൈസിസ് ഫെയർ ലീഡേഴ്സ്. ആരെയാണ് ഈ ലൈസിസ് ഫെയർ ലീഡേഴ്സ് എന്ന് പറയുന്നത്? ദെൻ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ന്യൂമറൈസ്ഡ് പ്ലാൻ. ന്യൂമറൈസ്ഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ വാട്ട് ഡു യു മീൻ ബൈ എസ്പിരിറ്റ് ഡീക്രോപ്സ്. അറിയാമല്ലോ, നമ്മൾ 14 പ്രിൻസിപ്പിൾ 14ാമത്തെ പോയിന്റ് ആണെന്ന് അറിയാം. അതിന് എക്സ്പ്ലനേഷൻ നന്നായിട്ട് രീതിയിൽ എഴുതുക. ദെൻ വാട്ട് ഈസ് കൺട്രോൾ ബൈ എക്സംഷൻസ്. എന്താണ് കൺട്രോൾ ബൈ എക്സംഷൻ? നമ്മൾ നേരത്തെ ചോദിച്ചൊരു MBO ചോദിക്കില്ല, അതേപോലെ ചോദിക്കുന്ന ടൈപ്പ് തന്നെയാണ് വാട്ട് ഈസ് കൺട്രോൾ ബൈ എക്സംഷൻസ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 2 മാർക്സിന് ഈ വർഷം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വർഷത്തെ വേറെ വർഷത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതിൽ 2 മാർക്സ് എന്ന് പറയുമ്പോൾ 2013 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പറയുമ്പോഴേ വെയിറ്റേജിൻ്റെ ബേസിലാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്താ വെയിറ്റേജ് അല്ല, എത്രയാ 2 മാർക്സിനാണ് വരുന്നത്. ഓക്കെ, മുമ്പ് വെയിറ്റേജിൻ്റെ ബേസിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കാം 2 മാർക്സിൽ. ഫസ്റ്റ് വൺ ഡിഫൈൻ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്താണെന്ന് ഡിഫൈൻ കറക്റ്റായിട്ട് ചെയ്യുക. ദെൻ വാട്ട് ഈസ് മാൻ പവർ പ്ലാനിങ്. ദെൻ തേർഡ് വൺ വാട്ട് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്. കണ്ടോ, പ്രിൻസിപ്പിൾസിൽ എന്തായാലും വരുന്ന ചോദ്യം അതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. അതാ പറയുന്ന 14 പോയിന്റ് നന്നായിട്ട് പഠിക്കുക. വൈ മാനേജ്മെൻറ്റ് ഈസ് അക്സെപ്റ്റഡ് ആസ് പ്രൊഫഷൻ. എന്തുകൊണ്ട് മാനേജ്മെൻറ്റിനെ പ്രൊഫഷൻസ് എന്ന് പറയുന്നു അല്ലെങ്കിൽ അക്സെപ്റ്റ് നമ്മൾ ചെയ്യുന്നു. ദെൻ വാട്ട് ഈസ് എസ്പിരിറ്റ് ഡീക്രോപ്സ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പ്രിൻസിപ്പിൾസിലാണ്. അതിൽ തന്നെ വന്നു യൂണിറ്റ് ഓഫ് കമാൻഡ് വന്നു, എസ്പിരിറ്റ് ഡീക്രോപ്സ് വന്നു. കണ്ടോ, റിപ്പീറ്റഡ് അല്ല, അത് ഒരു പ്രിൻസിപ്പിൾസിൽ തന്നെ ഒരു ടോപ്പിക്കിൽ തന്നെ 2 എണ്ണം വരികയും ചെയ്തു. ദെൻ പ്ലാനിങ് റെഡ്യൂസ് അൺസർട്ടനിറ്റി. ഹൗ പ്ലാനിങ് നമുക്ക് അൺസർട്ടനിറ്റീസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെ എക്സ്പ്ലനേഷൻ ചെയ്യാം. വാട്ട് ഈസ് വെർട്ടിക്കൽ കോർഡിനേഷൻ. എന്താണ് വെർട്ടിക്കൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിഫൈൻ ലീഡർഷിപ്പ്. ലീഡർഷിപ്പിൻ്റെ ടൈപ്സും ലീഡർഷിപ്പിൻ്റെ ഫീച്ചേഴ്സും ലീഡർഷിപ്പ് എന്താണെന്നുള്ള എല്ലാം ഇമ്പോർട്ടൻ്റ് ആട്ടോ. ദെൻ ഡിഫൈൻ കൾച്ചർ. കൾച്ചർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. അതൊക്കെ നമ്മുടെ എത്തിക്സിൻ്റെ കാര്യങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ ഡിഫൈൻ എത്തിക്സും കൂടി നന്നായിട്ട് ഡിഫൈൻ കൾച്ചർ എന്ന് പറയുന്ന പോർഷൻസും കൂടി നന്നായിട്ട് നോക്കുക. ഓക്കെ, 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ, അതായത് ഇത് 2012 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞാനത് ഡിസെൻഡിങ് ഓർഡർ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അതായത് 2018, 2019, 18 അങ്ങനെയുള്ള രീതിയിൽ 2001 വരെയുള്ളത് ഞാൻ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ 2012 ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് യു മീൻ ബൈ സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ കൺട്രോളിങ്. സ്പാൻ ഓഫ് കൺട്രോളും കാര്യങ്ങളും പ്രിൻസിപ്പിൾസിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. ഈ ഒരു പ്രിൻസിപ്പിൾസിൽ അതിൽ ഏതെങ്കിലും 1 or 2 ചോദിക്കാറുണ്ട്. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഏതൊക്കെ ഡെലിക്കേഷനും ഡീസെൻട്രലൈസേഷനും. ഇപ്പോൾ നമ്മൾ നോക്കിയതല്ലേ, ഡീസെൻട്രലൈസേഷനും ഡെലിക്കേഷനും തമ്മിൽ ഡിഫറൻസ്. സെയിം ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ഹൈജീൻ ഫാക്ടേഴ്സ്. ഗീവ് 1 എക്സാമ്പിൾ. എന്താണ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്താണെന്നോ അതിലത്തെ ഒരു എക്സാമ്പിൾ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് തിയറി എക്സ് ഓഫ് മോട്ടിവേഷൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. ദെൻ വാട്ട് യു മീൻ ബൈ പ്ലേസ്മെൻറ്റ്. എന്താണ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് യു മീൻ ബൈ അണ്ടർസ്റ്റാൻഡ് ബൈ മാനേജറിയൽ എത്തിക്സ്. മാനേജറിയൽ എത്തിക്സ്. കണ്ടോ, എത്തിക്സ് എന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു. എത്തിക്സ് ചോദിച്ചു, ബിസിനസ് എത്തിക്സ് ചോദിച്ചു, ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മാനേജറിയൽ എത്തിക്സ് ചോദിച്ചു, എത്തിക്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വാല്യൂസിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടൈപ്സ് ഓഫ് എത്തിക്സിൽ ഡിനോണ്ടോളജിക്കൽ തിയറിയിലെ ബിസിനസ് എത്തിക്സ് ചോദിച്ചു. അതുകൊണ്ട് എത്തിക്സ് 3rd മോഡൽ ഇമ്പോർട്ടൻ്റാണ്. ദെൻ എക്സ്പാൻഡ് ER and G ഇൻ ERG തിയറി ഓഫ് മോട്ടിവേഷൻ. ഈ തിയറിയിൽ നമ്മൾ ERG മോട്ടിവേഷൻ തിയറി ഉണ്ടാവുമല്ലോ, മോട്ടിവേഷൻ തിയറി. അതിൽ എന്താണ് ഡെഫിനേഷൻ എന്താണ്, ഇല്ലെങ്കിൽ ഈ ഫുൾ ഫോം എന്താണ്, അല്ലെങ്കിൽ റിലേറ്റഡ് എന്താണ്, എന്താണ് ഡിനോട്ട് ചെയ്യണത്, R എന്തിനാണ് ഡിനോട്ട് ചെയ്യണത്, G എന്തിനാണ് ഡിനോട്ട് ചെയ്യണത് എന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ദെൻ വാട്ട് യു മീൻ ബൈ നീഡ് ഫോർ അഫിലിയേഷൻ. എന്തിനാണ് നമുക്ക് അഫിലിയേഷൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഇപ്പോൾ 4 ക്വസ്റ്റ്യൻ നോക്കിയതിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. നീഡ് ഫോർ അഫിലിയേഷൻ അതും പഠിച്ചു വയ്ക്കുക. ക്ലിയർ. ഇനി 2010 ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ. കാരണം എനിക്ക് 2011 ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടിയില്ല. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ അതൊന്നും ജസ്റ്റ് അതും കൂടി കളക്ട് ചെയ്തിട്ട് നോട്ട് ചെയ്ത് റെഡിയാക്കി വെക്കൂ കേട്ടോ. 2011 ഇത് 2010 ഡിഫൈൻ കോർഡിനേഷൻ ചോദിച്ചിട്ടുള്ളത്. ഡിഫൈൻ മാനേജ്മെൻറ്റ് റിപ്പീറ്റഡ്. വാട്ട് യു മീൻ ബൈ വർക്ക് എത്തോസ്. ദെൻ അതായത് എത്തിക്സിൻ്റെ ചാപ്റ്ററിലാട്ടോ അതൊക്കെ. ദെൻ വാട്ട് ഈസ് സ്പാൻ ഓഫ് കൺട്രോൾ. ഇതൊക്കെ റിപ്പീറ്റഡ് അല്ലേ, നമ്മളൊന്നും ആലോചിച്ച് നോക്കല്ലേ എത്ര പ്രാവശ്യം ഇത് റിപ്പീറ്റഡ് വന്നിരിക്കുന്നത്. വാട്ട് യു മീൻ ബൈ കോസ്റ്റ് കൺട്രോൾ. എന്താ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ദെൻ ഡിഫൈൻ മൊറൈൽ. ദെൻ വാട്ട് യു മീൻ ബൈ ഡെലിക്കേഷൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഡെലിക്കേഷനും ഡീസെൻട്രലൈസേഷൻ തമ്മിൽ ഡിഫറൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനാണ് ഇപ്പോൾ ആ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റാണ്. ദെൻ ഡിഫറൻഷിയേറ്റ് കൾച്ചർ ആൻഡ് വാല്യൂസ്. മുമ്പ് ചോദിച്ചത് എന്താണ് കൾച്ചർ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് വാല്യൂസ് ചോദിച്ചു. ഈ പ്രാവശ്യം എന്താ ചോദിച്ചിരിക്കുന്നത്, രണ്ടും തമ്മിൽ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെയോ ഹൂ ഈസ് ആൻ ഇഫക്റ്റീവ് മാനേജർ. ആരെയാണ് നമുക്ക് ഇഫക്റ്റീവ് മാനേജർ എന്ന് പറയാം എന്നുള്ളതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഇതാണ്
2010 ചോദിച്ച 2 മാർക്സ്. ക്ലിയർ? ദെൻ 2009 ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ ബിസിനസ്, എക്സ്പ്ലെയിൻ മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട്. നമ്മളൊന്ന് നോക്കിയിരുന്നത് പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ സ്പാൻ ഓഫ് കൺട്രോൾ, ഇത് 3-4 പ്രാവശ്യം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് ഈസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. കണ്ടോ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അപ്പോൾ നമുക്കറിയാം ആ ഒരു പ്രിൻസിപ്പിൾസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന്, അല്ലേ. ഫയോളുടെ 14 പ്രിൻസിപ്പിൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റാണ്. ദെൻ എക്സ്പ്ലെയിൻ സെൽഫ് എസ്റ്റീം നീഡ്സ്, സെൽഫ് എസ്റ്റീം നീഡ്സ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ടൈം സ്റ്റഡി ഡിഫൈൻ ചെയ്യുക. വാട്ട് ഈസ് ജിറ്റ്, ജസ്റ്റ് ഇൻ ടൈം ഇല്ലേ, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ജസ്റ്റ് ഫുൾ ഫോം മാത്രം എഴുതിയിട്ട് കാര്യമില്ല കേട്ടോ. പിന്നെ ഡിഫൈൻ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, MBO എന്ന് വേണമെങ്കിലും ചോദിക്കാം. ദെൻ വാട്ട് ഈസ് ഫോമൽ ഗ്രൂപ്പ്, എന്താ ഫോമൽ ഗ്രൂപ്പ്. ദെൻ സ്റ്റേറ്റ് എനി 2 അസംഷൻസ് ഓഫ് തിയറി എക്സ്, തിയറി എക്സ് എന്താണെന്നുള്ള എഴുതാം. അസംഷൻ പറഞ്ഞാൽ അതിൽ എങ്ങനെയാണ് നമ്മൾ തിയറി എക്സിനെ ശരിയാക്കി വെക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് എഴുതേണ്ടത്. ദെൻ വാട്ട് ഈസ് സ്കേലാർ ചെയിൻ, സ്കേലാർ ചെയിൻ എന്താണെന്ന് എഴുതുക. കാരണം എല്ലാം പ്രിൻസിപ്പിൾസിൽ വരുന്ന കാര്യങ്ങളായിട്ട് അതൊക്കെ റിപ്പീറ്റഡാ. വാട്ട് യു മീൻ ബൈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, HRD ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആണ്, ചോദിക്കുന്ന രീതി HRD എന്ന് ചോദിച്ചേക്കാം എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ആ വർഷത്തിന് തൊട്ട് മുമ്പുള്ള വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ്, എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിഫൈൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. Then what is a formal group? Then what is ethical standard? Then what is motivation? Then what is scalar chain? Then what is responsibility? Then what is formal organization? Then next ചോദിച്ചിരിക്കുന്നത് define political environment. Then what do you mean by top level management? Then define human resource management. Then what is SWOT analysis, അതായത് സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി ത്രെറ്റ്സ് ഇല്ലേ, അതെന്താണെന്നുള്ളതും കൂടി പറഞ്ഞിട്ട് എഴുതി വയ്ക്കുക. 2 മാർക്സിൻ്റെ ബേസ്. തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കാം. വാട്ട് ഈസ് കമ്മ്യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ്, എന്താണ് കമ്മ്യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ഡയഗണൽ കോമ്പിനേഷൻ, ഡയഗണൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് അല്ല കേട്ടോ. അത് ഞാനിപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൽ വായിച്ചിട്ട് ഞാൻ ഡയഗണൽ കോമ്പിനേഷൻസ് ഞാൻ കണ്ടിട്ടില്ല, എങ്കിലും അത് യൂണിവേഴ്സിറ്റി ചോദിച്ചതാണ് ക്വസ്റ്റ്യൻസാണ്. ദെൻ വാട്ട് ആർ ഇൻകം ആൻഡ് പ്രോഫിറ്റ് പൂൾ, എന്താണ് ഇൻകം ആൻഡ് പ്രോഫിറ്റ് പൂൾ എന്ന് പറഞ്ഞാൽ. ദെൻ വാട്ട് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് ഈസ് പ്രിൻസിപ്പൽ. ദെൻ വാട്ട് ഈസ് ഷെഡ്യൂളിംഗ്, എക്സ്പ്ലെയിൻ റൊട്ടീൻ. ദെൻ വാട്ട് ഈസ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ടേം ബിസിനസ് എൻവിറോൺമെൻറ്റ്. ദെൻ വാട്ട് ഈസ് സോട്ട് അനാലിസിസ്, അത് തൊട്ട് മുമ്പുള്ളതൊക്കെ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2009, 2008 ആ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെയാണ്. അതിലാവുമ്പോൾ നമ്മുടെ ബിസിനസ് എത്തിക്സിന് അത്ര ഇമ്പോർട്ടൻസ് ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ അവിടെ വന്ന് നമുക്ക് വരുമ്പോൾ ഇവിടെ ബിസിനസ് എത്തിക്സുമായിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് സോട്ട് അനാലിസിസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദെൻ എക്സ്പ്ലെയിൻ ടാസ്ക് ഫോഴ്സസ്. ദെൻ സ്റ്റേറ്റ് എനി 2 കാറ്റഗറീസ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൽ എന്ന് പറയുന്നതിൽ ഏതെങ്കിലും 2 കാറ്റഗറീസ് എഴുതി വയ്ക്കാം. ഓക്കെ, ഇതാണ് 2 മാർക്സിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് അതിൻ്റെയും തൊട്ട് മുമ്പുള്ള വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ മാനേജ്മെൻറ്റ്, എന്താണ് മാനേജ്മെൻറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുക. ദെൻ സ്കെയിലാർ ചെയിൻ ചോദിച്ചിട്ടുണ്ട്, ഇതെല്ലാം റിപ്പീറ്റഡ് ആട്ടോ. ദെൻ വാട്ട് ഈസ് അതോറിറ്റി, കണ്ടോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സിസ്റ്റം അപ്രോച്ച് ടു മാനേജ്മെൻറ്റ്, എന്താണ് സിസ്റ്റം അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ വാട്ട് ഈസ് പ്ലാനിങ്. ദെൻ ഡിഫൈൻ കാർട്ടൽ. ദെൻ വാട്ട് ഈസ് സോഷ്യോ കൾച്ചറൽ എൻവിറോൺമെൻറ്റ്, ഞാൻ പറഞ്ഞിരുന്നു എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നതൊക്കെ മുമ്പ് വർഷങ്ങളിൽ കേട്ടോ, അതായത് 2010 മുമ്പ് 2009, 2008, 2007 എന്ന് പറയുന്ന സമയത്തൊക്കെയാണ് എൻവിറോൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഇപ്പോൾ അതിൻ്റെ ബേസിലൊക്കെ ചോദിക്കുന്നത് എല്ലാം എന്താ, എത്തിക്സിൻ്റെ ബേസിലാണ് ചോദിക്കുന്നത്. ദെൻ സോഷ്യോ കൾച്ചറൽ എൻവിറോൺമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ബിസിനസ് എത്തിക്സ്. ദെൻ വാട്ട് ഈസ് ഡിസിഷൻ മേക്കിംഗ്. Then define decentralization. Then what is informal organization. Then define pool. ഓക്കെ, ഇത്രയുമാണ് ഇതിൽ 2 മാർക്സ് ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം റിപ്പീറ്റേഷനാണ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ, ബിസിനസ് എത്തിക്സ്, ദെൻ പ്ലാനിങ്, ദെൻ അതോറിറ്റി, സ്കെയിലർ ചെയിൻ, മാനേജ്മെൻറ്റ്, ഇത്രയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. ഇനി അതിൻ്റെ തൊട്ട് വർഷമുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഫൈൻ മാനേജ്മെൻറ്റ്. ദെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ ഇപ്പോൾ ഇത്. ദെൻ വാട്ട് ഈസ് ചെയിൻ ഓഫ് കമാൻഡ്, നമ്മൾ പറഞ്ഞു 14 പ്രിൻസിപ്പിൾസിൽ അതിൽ എല്ലാ പ്രിൻസിപ്പിൾസും അത്രത്തോളം ഇമ്പോർട്ടൻ്റാ എന്നുള്ളത്. നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ അതിൽ തന്നെ ചോദിച്ചിരിക്കുന്നത് എസ്പിരിറ്റ് ഡി ക്രോപ്സ്. 14ാമത്തെ ക്വസ്റ്റ്യൻ മറ്റേ പ്രിൻസിപ്പിൾസിലെ 14ാമത്തെ യൂണിറ്റി ഇൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതുതന്നെയാണ്. ദെൻ വാട്ട് ഈസ് ഗ്യാങ് പ്ലാങ്ക്, എന്താണ് ഗ്യാങ് പ്ലാങ്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്.
ദെൻ വാട്ട് ഈസ് മാനേജ്മെൻറ്റ് എത്തിക്സ്, കണ്ടോ എത്തിക്സ്, അപ്പോൾ മാനേജ്മെൻറ്റ് എത്തിക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് പൊളിറ്റിക്കൽ എൻവിറോൺമെൻറ്റ്, അതിലൊക്കെ എൻവിറോൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ദെൻ അടുത്തത് വാട്ട് ഈസ് പൊളിറ്റിക്കൽ എൻവിറോൺമെൻറ്റ്, അത് പറഞ്ഞു അല്ലേ, പൊളിറ്റിക്കൽ എൻവിറോൺമെൻറ്റ്. ദെൻ വാട്ട് ഈസ് മാർക്കറ്റ് പൂൾ, ദെൻ ഡിഫൈൻ സ്ട്രാറ്റജി. മാർക്കറ്റ് പൂൾ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പുള്ള വർഷത്തിൽ ചോദിച്ചതാണ്, ഇപ്പോൾ വീണ്ടും അതിൻ്റെ തൊട്ട് മുമ്പുള്ള വർഷത്തിൽ മാർക്കറ്റ് പൂൾ ഉണ്ട്. ദെൻ ഡിഫൈൻ സ്ട്രാറ്റജി, വാട്ട് ഈസ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, വാട്ട് ഈസ് ഡിറക്ഷൻ, ദെൻ യൂണിറ്റ് ഓഫ് കമാൻഡ്, ദെൻ ഹൂ ഈസ് പീറ്റർ ഡ്രക്കർ. ഇത്രയും എക്സ്പ്ലനേഷൻ 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന എക്സ്പാൻഡ് പോസ്റ്റ് ഡി ക്രോബ് POSDCORB അത് എന്തൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതുക. ദെൻ ഡിഫൈൻ പ്രീവോയൻസ്, ഡിഫൈൻ പ്രീവോയൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ദെൻ വാട്ട് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ് റിപ്പീറ്റഡ്. ദെൻ ഡിഫൈൻ ഹ്യൂമൻ റിലേഷൻസ്. ദെൻ ഡിഫൈൻ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ദെൻ വാട്ട് ഈസ് സ്പെഷ്യലൈസേഷൻസ് ഓഫ് ഫങ്ഷൻ. Then define working capital. Then next question, what is a term loan? Then define capitalization. Then next define job analysis. What is collective bargaining? അതേപോലെ ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ മെറിറ്റ് റേറ്റിംഗ്. ഇത്രയുമാണ് 2 മാർക്സിന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ദെൻ അതിനും തൊട്ട് മുമ്പുള്ള വർഷത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഡിഫൈൻ ഇക്വിറ്റി. ഇക്വിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ദെൻ വാട്ട് ഈസ് സ്കെയിലാർ ചെയിൻ ഹൈറാർക്കി. ദെൻ ഈ സ്പിരിറ്റ് ഡി ക്രോപ്സ്, അതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ 14 പ്രിൻസിപ്പിൾസ്. ദെൻ വാട്ട് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് എക്സംഷൻ. ദെൻ വാട്ട് ആർ ടാക്റ്റിക്കൽ പ്ലാൻസ്. ദെൻ ഡിഫൈൻ സെയിൽസ് ഫോർകാസ്റ്റ്. ദെൻ 7th one, വാട്ട് ഈസ് ഡീസെൻട്രലൈസേഷൻ. ദെൻ വാട്ട് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ദെൻ വാട്ട് ഈസ് ട്രേഡ് ക്രെഡിറ്റ്. ദെൻ 10th one, ഡിഫൈൻ മെയിൻ്റനൻസ് ഫങ്ഷൻസ് ഓഫ് എ പേഴ്സണൽ മാനേജർ. ദെൻ വാട്ട് ആർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ദെൻ ഡിഫൈൻ ഓറൽ റീപ്രൈൻമെൻറ്റ്. ഓക്കെ, ഇതെല്ലാം യൂണിവേഴ്സിറ്റി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഈ പറയുന്ന ചോദിച്ച ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, 2 മാർക്സിന് പഠിക്കണം. ഓക്കെ. ദെൻ അതിൻ്റെയും തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ 2 മാർക്സ് വാട്ട് ഈസ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിഫൈൻ ഡിസിപ്ലിൻ. ദെൻ വാട്ട് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്. കണ്ടോ, ഈ പറഞ്ഞ 3 അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അത്ര വട്ടം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ദെൻ ഡിഫൈൻ ഓപ്പറേഷണൽ പ്ലാനിങ്. വാട്ട് ഈസ് ദ ബേസിക് പർപ്പസ് ഓഫ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് ആയിട്ട് റിലേറ്റഡ് അപ്പോൾ 3 പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും വർഷത്തിൽ, എന്തായാലും റിപ്പീറ്റഡ് തന്നെയാണ്. ദെൻ ഡിഫൈൻ ഓപ്പറേറ്റിംഗ് ലിവറേജ്. അത് ഞാൻ കണ്ടിട്ടില്ല, നമ്മളിപ്പോൾ അത്രയും നോക്കി 10-18 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതിൽ ലിവറേജ് എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ദെൻ വാട്ട് ആർ എക്സ്റ്റേണൽ ഫണ്ട്. എന്താണ് എക്സ്റ്റേണൽ ഫണ്ട്. ദെൻ വാട്ട് ഈസ് ഫിനാൻഷ്യൽ ലീസ്. ദെൻ വാട്ട് ആർ ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ വാട്ട് ഈസ് കോമ്പൻസേഷൻ ഫങ്ഷൻസ് ഓഫ് എ പേഴ്സണൽ മാനേജർ. അത് പേഴ്സണൽ മാനേജർ നേരത്തെ നോക്കിയതാണ്, അത് ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ആർ സൈക്കോളജിക്കൽ നീഡ്സ്. ദെൻ വാട്ട് ഈസ് ആൻ ഇൻഡസ്ട്രിയൽ യൂണിയൻ. ഇത്രയും 2 മാർക്സിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ. ദെൻ 2001 ക്വസ്റ്റ്യൻ പേപ്പർ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, അതിൽ ഫസ്റ്റ് വൺ വാട്ട് ഈസ് ഡിവിഷൻ ഓഫ് വർക്ക്. ദെൻ യൂണിറ്റി ഓഫ് കമാൻഡ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് സെൻട്രലൈസേഷൻ. വാട്ട് ഈസ് കോർഡിനേഷൻ. ഈ പറഞ്ഞ 4 എണ്ണവും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 2001 മുതൽ ഈ പറയുന്ന 2019 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര പ്രാവശ്യം അത് റിപ്പീറ്റഡ് ചെയ്തിരിക്കുന്നത് അല്ലേ, അത്രയും ഇമ്പോർട്ടൻ്റാണ്. ദെൻ 5th one, ഡിഫൈൻ പ്രൊസീജിയർ. ദെൻ വാട്ട് ആർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ദെൻ ഡിഫൈൻ സിസ്റ്റം. ദെൻ ബിസിനസ് ഫിനാൻസ് എന്താണെന്ന്. ദെൻ വാട്ട് ഈസ് ക്യാപിറ്റലൈസേഷൻ. ദെൻ ഡിഫൈൻ ഡിബെഞ്ചർ. ദെൻ വാട്ട് ഈസ് മാൻ പവർ പ്ലാനിങ്. ദെൻ വാട്ട് ഈസ് ക്രാഫ്റ്റ് ട്രേഡ് യൂണിയൻ എന്നുള്ളത്. കാരണം ഇതിൽ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, കാരണം നിങ്ങളുടെ സിലബസ് ഇപ്പോൾ ഇത്തിരി ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടല്ലോ, അപ്പോൾ എത്തിക്സിന് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ, ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ കേൾക്കാത്തത് പോലെ തോന്നും. പക്ഷേ എങ്കിലും നമ്മൾ ബിസിനസ് മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആണ്, അതുകൊണ്ട് ഏതും സ്കിപ്പ് ചെയ്ത് കളയരുത്. കാരണം നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് എന്തായാലും കമ്പൽസറി ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാം എഴുതണം, നന്നായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് 2 മാർക്സിന് ചോദിച്ചതാണ്. അതിൽ കുറച്ച് വർഷത്തെ മാത്രമാണ് എൻ്റെ കയ്യിൽ കിട്ടാതിരുന്നത്. 2017, 2016, അതേപോലെ 2011, 2011, 2016, അത് 2017 ആ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എൻ്റെ കയ്യിൽ കിട്ടാതെ പോയിരുന്നത്. അത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കി അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടി കളക്ട് ചെയ്ത് വെക്കുക. റെഡി? അപ്പോൾ നന്നായിട്ട് 2 മാർക്സിൻ്റെ ബേസിൽ പഠിച്ചാൽ തന്നെ നമുക്ക് അവിടെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. 25 മാർക്സ് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും.
ഇനി ബാക്കിയുള്ള 4 മാർക്സിന് 4 അല്ല നിങ്ങൾക്ക് 5 മാർക്സിന് എങ്ങനെ സ്കോർ ചെയ്യണം എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ വീഡിയോ യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.